അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹിജ്റ വർഷം 1437 മീലാദ് കിസിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള 5 ചോദ്യങ്ങളും പരിശുദ്ധ ഖുർആൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഇതിൽ ആദ്യമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് എങ്ങനെ നമുക്ക് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കും, എങ്ങനെയാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ ഗ്രഹിക്കൽ എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വേദത്തെ പ്രവാചകരെ അങ്ങയുടെ ഭാഷയിൽ ലളിതമാക്കി തന്നിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. സൂറത്ത് ദുഹാൻ 58-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലഅല്ലഹും യതദക്കറൂൻ. തീർച്ചയായിട്ടും പ്രവാചകരെ, നാം ഈ വേദത്തെ അവിടുത്തെ ഭാഷയിലൂടെ ലളിതമാക്കി തന്നിരിക്കുന്നു, ഈ ജനം ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ സൂറത്ത് മറിയം 97-ാമത്തെ ആയത്തിലും നമുക്ക് സമാനമായ ആശയമാണ് കാണാൻ സാധിക്കുന്നത്. ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീന വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദാ. തീർച്ചയായിട്ടും നാം ഈ പരിശുദ്ധ ഖുർആനെ ലളിതമാക്കി തന്നിരിക്കുന്നു, ബിലിസാനിക്കോ പ്രവാചകരെ അവിടുത്തെ ഭാഷയിലൂടെ. ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീന, തഖ്വയോടുകൂടെ ജീവിക്കുന്ന, ഭക്തിയോടുകൂടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ശുഭവൃത്താന്തം അറിയിക്കുന്നതിന് വേണ്ടിയും, വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദാ, തർക്കിക്കുന്നവരായ ജനങ്ങളെ താക്കീത് ചെയ്യുന്നതിനു വേണ്ടിയുമാണ് ഈ പരിശുദ്ധ ഖുർആനെ താങ്കൾക്ക് നാം എളുപ്പമാക്കി തന്നിരിക്കുന്നത്, ലളിതമാക്കി തന്നിരിക്കുന്നത്. ഈ ആയത്തിൻ്റെ വിവക്ഷയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനെ എങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മനസ്സിലാക്കുക എന്നുള്ളത് ഖുർആൻ ഗ്രഹിക്കാൻ അനിവാര്യമായ ഒന്നാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹായോട് നബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ മഹദി അവർകൾ പറഞ്ഞ മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഖുർആനായിരുന്നു എന്നാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശദീകരിച്ചു കൊടുത്തത്. അഥവാ നബിയുടെ ജീവിതം മുഴുവനും ഖുർആന്റെ ആശയത്തിൻ്റെ സംസ്ഥാപനമായിരുന്നു. നബിയുടെ വാക്കുകളും നബിയുടെ പ്രവർത്തനങ്ങളും നബിയുടെ മൗനാനുവാദങ്ങളും എല്ലാം തന്നെ ഖുർആൻ നിഷ്കർഷിക്കുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് മാത്രമുള്ളതായിരുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധ സുന്നത്തിനെ മനസ്സിലാക്കുക എന്നുള്ളത് നബിയുടെ ജീവിതത്തെ, നബിയുടെ മാതൃകായോഗ്യമായിരിക്കുന്ന അവിടുത്തെ ആ ജീവിതത്തെ മനസ്സിലാക്കുക എന്നുള്ളത് ഖുർആൻ മനസ്സിലാക്കുന്നതിൽ അവിഭാജ്യ ഘടകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും പല കാര്യങ്ങളെക്കുറിച്ചുകൊണ്ടും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും വിശദീകരണങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹദീസുകളിലാണ്, തിരുസുന്നത്തിലാണ്. നിസ്കാരത്തിൻ്റെ വിശദമായ രൂപങ്ങൾ, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് തുടങ്ങിയതായിരിക്കും നിസ്കാരത്തിൻ്റെ വിശദമായ രൂപങ്ങൾ. അതുപോലെ സക്കാത്തിൻ്റെ വിശദമായ രൂപങ്ങളും അതിൻ്റെ കണക്കുകളും, ഹജ്ജിൻ്റെ വിശദമായ രൂപങ്ങളും അതിൻ്റെ കണക്കുകളും തുടങ്ങിയ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും വിശദമായ വിവരണങ്ങളെല്ലാം കിടക്കുന്നത് പരിശുദ്ധ സുന്നത്തിലാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് കൈയൊഴിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. സുന്നത്ത് മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബത്തിൻ്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരിൽ നിന്ന് ഖുർആൻ കേട്ടുപിടിച്ചവരായ, ഖുർആന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയതായ മഹാന്മാരായ താബികളുടെ ജീവിതം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവരിലൂടെ അങ്ങനെ മഹാന്മാരായ സലഫ് സാലിഹീകൾ സ്വീകരിച്ച മാതൃക, അവർ അനുഗമിച്ചതായിരിക്കുന്ന പാത, ആ പാതയിലൂടെ പരിശുദ്ധ ഖുർആനും ഹദീസും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഖുർആനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ആവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു പരമാർത്ഥം.
കേവല ഭാഷാ പരിജ്ഞാനമോ നിഘണ്ടുവിൻ്റെ സഹായം കൊണ്ടോ മാത്രം പരിശുദ്ധ ഖുർആൻ ശരിയായ നിലയ്ക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല എന്നുള്ള വസ്തുതയിലേക്ക് ശക്തമായി വിരൽ ചൂണ്ടുന്ന ഒരു ആയത്താണ് സൂറത്ത് നഹലിലെ 44-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിൽ ബയ്യിനാതി വസ്സുബ്ർ വഅൻസൽനാ ഇലൈക അദ്ദിക്ര ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഓ പ്രവാചകരെ, അവിടത്തേക്ക് നാം പരിശുദ്ധ ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നു, അവതീർണമാക്കി തന്നിരിക്കുന്നു. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവിടുന്ന് ജനങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിൻ്റെ ആശയം വ്യക്തമാക്കി കൊടുക്കുവാൻ, വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ്. പ്രവാചകരെ, താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയാണ് താങ്കളിലേക്ക് നാം പരിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നത്. വലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുന്നവരായേക്കാം. പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണത്തിൻ്റെ ദൗത്യമാണ് പ്രവാചകനിൽ അർപ്പിക്കപ്പെട്ടത് എന്ന് നമുക്ക് ഇതിലൂടെ ബോധ്യമാകുന്നു. ആ പരിശുദ്ധ ഖുർആന്റെ വിശദീകരണങ്ങളാണ് ഹദീസുകൾ എന്ന പേരിൽ പിറവിയെടുക്കുന്നത് എന്നുള്ള വസ്തുത നാം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുസുന്നത്ത് എന്ന് പറയുന്നത് ഖുർആന്റെ വിശദീകരണമാണ്. ഖുർആന്റെ വിശാലമാർത്ഥത്തിലുള്ള വിശദീകരണമാണ്. അതിൽ നിന്നൊന്നും ഒഴിവല്ല. വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. പ്രവാചകൻ എന്തു കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക, പ്രവാചകൻ എന്ത് നിങ്ങളെ വിലക്കിയോ അത് നിങ്ങൾ വെടിയുകയും ചെയ്യുക. ഇതാണ് പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. പ്രവാചകന്റെ ദൗത്യം ഇവിടെ പരിശുദ്ധ ഖുർആന്റെ വിശദീകരണമാണ്. ആ വിശദീകരണം ഒഴിച്ചുകൊണ്ട് എന്ത് ഖുർആനാണ് ജനങ്ങൾക്ക് മുമ്പിൽ നമുക്ക് വെക്കാൻ സാധിക്കുക? അപ്പോൾ വെറും പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും അഗ്രഗണ്യന്മാരായ പണ്ഡിത സലഫ് സാലിഹികളുടെയും നിർവചനത്തെ കൈയൊഴിച്ചുകൊണ്ട് സ്വന്തമായ നിർവചനം നിർവചിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് പരിശുദ്ധ ഖുർആനോട് കാട്ടുന്ന അനീതിയാണ്, സമൂഹത്തിനോട് കാണിക്കുന്ന അക്രമമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു വസ്തുതയിലേക്കാണ് ഈ പരിശുദ്ധ ഖുർആൻ ആയത്ത് നമ്മെ ഉണർത്തുന്നത്. മറ്റ് വേദഗ്രന്ഥങ്ങളെ പോലെ, തൗറാത്തിനെ പോലെ, ഇഞ്ചീലിനെ പോലെ, മറ്റ് വേദഗ്രന്ഥങ്ങളെ പോലെ മൊത്തത്തിൽ ഇങ്ങനെ ഒരൊറ്റ പ്രാവശ്യമായി ഇറക്കി കൊടുക്കുകയല്ല ഖുർആൻ ചെയ്തത്. അല്പാൽപമായിട്ട്, ഘട്ടം ഘട്ടമായിട്ട് 23 വർഷങ്ങൾക്കുള്ളിലായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായി കഴിഞ്ഞത്. അതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് ഓരോ ഘട്ടത്തിലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആശയങ്ങൾ സ്വയം പ്രാവർത്തികമാക്കി സഹാബത്തിന് മുമ്പിൽ ചെയ്ത് കാണിച്ചു കൊടുത്ത് സഹാബത്തിനെ കൊണ്ട് അത് പ്രവർത്തിപ്പിച്ച് ഒരു ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ദൗത്യമാണ് പ്രവാചകനിൽ അർപ്പിതമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊടുക്കുക മാത്രമേ ചെയ്തത്, അത് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കുന്ന ഒരു ഉത്തമ സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കുകയും കൂടി ചെയ്തതിന് ശേഷമാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പരിശുദ്ധ ഖുർആന്റെ ശരിയായ ഗ്രഹണത്തിൽ, ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ സാധിക്കുന്നതിൽ ഹദീസുകൾക്ക്, പ്രവാചകന്റെ വചനങ്ങൾക്ക്, പ്രവാചകന്റെ തിരുസുന്നത്തിന് സൂറത്തുൻ നഹൽ 44-ാമത്തെ ആയത്തിൽ മറ്റൊരു വസ്തുത കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. പരിശുദ്ധ ഖുർആൻ മാത്രമേ സ്വീകാര്യോഗ്യമുള്ളൂ, ഹദീസുകളൊന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഖുർആനിസ്റ്റുകൾക്കും ശക്തമായ മറുപടി നൽകുന്നുണ്ട് ഈ ആയത്ത്. കാരണം അള്ളാഹു പറയുന്നത് പരിശുദ്ധ ഖുർആന്റെ വിശദീകരണ ദൗത്യം പ്രവാചകനിലേക്കാണ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളാണ്, ഹദീസുകളാണ്, തിരുസുന്നത്താണ്. തിരുസുന്നത്തൊഴിച്ചുകൊണ്ട് ഖുർആന്റെ ഒരു വിശദീകരണമില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ ദിവസം 5 നേരം നിർവഹിക്കുന്ന നിസ്കാരത്തിന്റെ പൂർണ്ണമായ വിശദീകരണം ഖുർആനിൽ നിന്ന് ലഭ്യമല്ല. അവൻ വർഷം തോറും കൊടുത്തുകൊണ്ടിരിക്കുന്ന സക്കാത്തിന്റെ വിശദമായ കണക്ക്, ഹജ്ജിന്റെ വിശദമായ രൂപങ്ങൾ തുടങ്ങിയ ഇസ്ലാമിലെ ഓരോ മുസ്ലിമുകളും ചെയ്തുകൊണ്ടിരിക്കേണ്ട കർമ്മങ്ങളുടെ വിശദമായ രൂപങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് മുഴുവനായിട്ട് ലഭിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഖുർആനിസ്റ്റുകളുടെ വാദവും ഇസ്ലാമിന്റെ തനതായ ആശയത്തിന് ഘടകവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കാൻ പര്യാപ്തമാണ് എന്നുകൂടി നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.